നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 അർച്ചായാം വാ സമാർച്ച കുതുകം എന്ന വരി നാരായണീയത്തിലുള്ളതാണ്. അർച്ച എന്നാൽ പൂജാവിഗ്രഹം എന്നു മനസ്സിലാക്കാം. അദ്വൈത ഭക്തിയും സമഭാവനയുള്ള ഭക്തിയും സാധ്യമല്ലാത്തവർക്ക് ഈശ്വര പ്രതിരൂപങ്ങളെ പൂജിച്ച് ഉത്തമ തലത്തിലേക്ക് ഉയരാമെന്നാണ് നാരായണ ഭട്ടതിരിപ്പാടിനെ പോലുള്ള മഹാത്മാക്കൾ പറയുന്നത്. സൂര്യൻ, അഗ്നി തുടങ്ങി ഈശ്വര ചൈതന്യം കൂടുതൽ സ്ഫുരിക്കുന്നവയെ ആരാധനാമൂർത്തികളായി സ്വീകരിക്കാമെന്ന് നാരായണീയത്തിൽ പറയുന്നുണ്ട്. ഇഷ്ടദേവതാ സങ്കല്പം അനുസരിച്ച് പുരാണ പ്രസിദ്ധമായ ഏത് ഈശ്വര സ്വരൂപത്തെയും ഭക്തിക്ക് പാത്രമാക്കാം. ഗുരു, ഓംകാരം, ശിവലിംഗം തുടങ്ങി അർച്ചനാരൂപങ്ങൾ ഭക്തന്റെ ഇഷ്ടമനുസരിച്ച് സ്വീകരിക്കാം. ഇവ ഉപാസിക്കുന്നത് പൊതുവെ പ്രതീകോപാസന എന്ന പേരിൽ അറിയപ്പെടുന്നു. യോഗശാസ്ത്രത്തിലും ഭഗവത്ഗീത 10-ാം അധ്യായത്തിലും മറ്റും ധ്യാനാദി ഉപാസനകൾക്കായി ആശ്രയിക്കാവുന്ന അനേകം മൂർത്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളിൽ ഏതെങ്കിലും നിരന്തരം ശ്രദ്ധാവിശ്വാസങ്ങളോടെയുള്ള ആരാധനയിലൂടെ ഉത്തമ ഭക്തിയിൽ എത്തിച്ചേരാമെന്ന് നാരായണീയത്തിൽ പറയുന്നുണ്ട്. മൗനവ്യാഖ്യാ പ്രകടിതപര ബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാന്തെ വസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. മൗനവ്യാഖ്യാ പ്രകടിതപര ബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാന്തെ വസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി ദക്ഷിണാമൂർത്തി സ്തോത്രം വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശങ്കരകൃതികളിൽ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. സ്തോത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ദക്ഷിണാമൂർത്തി സങ്കല്പം അല്പം ചിന്തിക്കാം. രണ്ട് നിലയ്ക്ക് ശ്രദ്ധേയമാണ്. ഒന്ന്, ദക്ഷിണാമൂർത്തി എന്ന ദേവതാ സങ്കല്പം.
രണ്ട്, ഗുരുപരമ്പരയിൽ മഹിതമായ സ്ഥാനം. നമ്മൾ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയും മഹിമയുമായി ചൂണ്ടിക്കാണിക്കുക ഇതിൻ്റെ അനാദിയായ ഗുരുപരമ്പരയുടെ മഹിമയാണ്. ഓരോ ആചാര്യനും സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ ഇരുന്നു കൊണ്ടാണ് തത്വപ്രതിപാദനം ചെയ്യുന്നത്. സ്വാനുഭവത്തിൻ്റെ ദൃഢമായ ശബ്ദങ്ങളാണ് അവർ ലോകത്തിന് നൽകിയിട്ടുള്ളത്. എന്നാൽ അതിനെല്ലാം തന്നെ പൂർവാചാര്യന്മാരുടെ സമ്മതി ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കും. അത് കേവലം വേദാന്തശാസ്ത്രത്തിൽ മാത്രമല്ല, വേദാംഗങ്ങളിലെല്ലാം അതുള്ളതാണ്. ആയുർവേദമായാലും ധനുർവേദമായാലും സ്ഥപത്യവേദമായാലും ഗാന്ധർവവേദമായാലും അർത്ഥശാസ്ത്രമായാലും ഇനി ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം തുടങ്ങിയ വേദാംഗങ്ങളായാലും സർവത്ര ഒരു ഉപദേശം ആചാര്യൻ ചെയ്യുമ്പോൾ ഇത് പൂർവാചാര്യന്മാർ ഉപദേശിച്ചതാണെന്ന് എടുത്തു കാണിക്കും. ഗീത തുടങ്ങിയ വേദാന്ത സാരത്തിലും നമുക്കിത് കാണാം. ആ ഒരു മഹാത്ഭുതം കണ്ട് അത്തരം ഉപദേശങ്ങൾക്ക് മൂലമായ ആചാര്യസ്ഥാനത്തെ നമ്മൾ അന്വേഷിച്ചു പോയാൽ അവിടെയും ഇത് തന്നെയാണ് പറയുക. ഇങ്ങനെ ഞങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന്. ഈ ദേശോശ്രമ പൂർവേഷാം അഥവാ ഈ ദേശോശ്രമ ധീരാണാം എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഉപനിഷത്തിലേക്കും ബ്രാഹ്മണങ്ങളിലേക്കും സംഹിതയിലേക്കും എത്തിയാൽ പോലും അവിടെയും ഇത് തന്നെ കാണും, പൂർവികന്മാരായ ഗുരുനാഥന്മാർ ഉപദേശിച്ചിട്ടത്. ഇതൊരു മഹാത്ഭുതമാണ്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ. അനാദിയായ ഗുരുപരമ്പരയിൽ ഉറച്ചതാണ് ഈ ഉപദേശക്രമം. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ചതല്ല. ആരെങ്കിലും സ്വന്തം കൽപ്പനയായിട്ട് ഉപദേശിച്ചതല്ല. ആ ഗുരുപരമ്പരയെ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് ഗുരു എന്നറിയാറാവും. യോഗസൂത്രകാരൻ പറയുന്ന സ പൂർവേഷാമപി ഗുരുഹു, ഈശ്വരൻ പൂർവികന്മാർക്കും ഗുരുവാണ്. ഗുരു വന്ദനം ചെയ്യുമ്പോൾ നമ്മൾ ശിവാദി ഗുരുഭ്യോ നമഃ എന്ന് നമസ്കരിക്കാറുണ്ട്. ശിവൻ തുടങ്ങിയ ഇങ്ങോട്ടുള്ള ഗുരുനാഥന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. ആരാണ് ഈ ശിവൻ? അതാണ് ദക്ഷിണാമൂർത്തി. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം എന്ന് നമ്മൾ ഗുരുപരമ്പരയെ വന്ദിക്കാറുണ്ട്. സാക്ഷാൽ സദാശിവനിൽ ആരംഭിക്കുന്ന ശങ്കരാചാര്യർ മധ്യമനായി വന്നു ചേരുന്ന, അങ്ങനെ തുടർന്ന് നമ്മുടെ ഗുരുനാഥൻ വരെ എത്തി നിൽക്കുന്ന പരമ്പര. ഓരോ തലമുറ കഴിയുന്തോറും വാക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ശ്ലോകം മാറ്റേണ്ട ആവശ്യമില്ല. ഗുരുനാഥന്മാരിങ്ങനെ പരമ്പരയായി വന്നുകൊണ്ടേയിരിക്കും. അതിന് ആദ്യമോ അവസാനമോ ഇല്ല. ആ സദാശിവനാണ് ദക്ഷിണാമൂർത്തി. ഇപ്പം പ്രഥമ ഗുരുവാണ് ദക്ഷിണാമൂർത്തി, ഗുരുപരമ്പരയ്ക്ക് മൂലം. ഇത് തന്നെ അത്യന്തം മഹത്വപൂർണമായ ഭാവത്തിൽ ദേവതാസങ്കല്പവുമായി ഘടിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാം. അത് രണ്ട് നിലയ്ക്കാണ്. ഒന്ന്, കൽപ്പാദിയിൽ സൃഷ്ടി നടക്കുകയാണ്. സകല കലകളുടെയും ശാസ്ത്രങ്ങളുടെയും സകലത്തിൻ്റെയും ആവിർഭാവമായിട്ട് സാക്ഷാൽ പരമശിവൻ്റെ താണ്ഡവമുണ്ടാകുന്നു. അതിലൂടെ ശബ്ദശാസ്ത്രം വരുന്നു, അതിലൂടെ സംഗീതശാസ്ത്രം വരുന്നു, അതിലൂടെ നൃത്തശാസ്ത്രം വരുന്നു. സകല ശാസ്ത്രങ്ങളുടെയും പ്രഭവമായിട്ട് ആ നടരാജ നടനം വരികയാണ്. അനന്തരം അവിടുന്ന് ശാന്തനായി ഹിമാലയത്തിൽ തെക്കോട്ട് മുഖമാക്കിയിരുന്നു. അങ്ങനെ ദക്ഷിണത്തിലേക്ക് മുഖവുമായിരിക്കുന്ന ഭഗവാന്റെ അരികിൽ സകല ഋഷിമാരും ദേവതകളും എല്ലാം ശിഷ്യഭാവത്തിൽ
പ്രാപിച്ചു. പരമമായ തത്വം ഉപദേശിക്കാൻ അപേക്ഷിച്ചു. ആ സമയത്ത് ആ ഭഗവാൻ സദാശിവൻ മൗനമാകുന്ന ഭാഷയിലൂടെ സകല ഋഷിമാർക്കും ദേവന്മാർക്കും പരമമായ ആത്മബ്രഹ്മൈക്യത്തിൻ്റെ മഹാസന്ദേശം ഉപദേശിച്ചു നൽകുകയാണ്. ആ ആദിമ ഗുരുവാണ് ദക്ഷിണാമൂർത്തി. ദക്ഷിണത്തിലേക്ക് മൂർത്തിയായിരിക്കുന്നവൻ. ഇതാണ് ദേവതാസങ്കല്പത്തെ പറയുമ്പോൾ ഒരു സങ്കല്പം. ഇനിയുമുണ്ട്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. സന്ധ്യാദീപം തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇവിടെ 35-ാമത്തെ ശ്ലോകത്തിലൂടെ ദശമസ്കന്ധം പൂർവാർദ്ധത്തിലെ 35-ാമത്തെ ശ്ലോകം പ്രതിപാദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർമ്മങ്ങളുടെ ഫലസിദ്ധിക്ക് വേണ്ടി ഭക്തി വേണം എന്നുള്ള കാര്യം എടുത്തു പറയാണ്. കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പം അതിന് ഫലം വേണം, അതിന് ഭക്തി ആവശ്യമാണ്. പക്ഷെ മോക്ഷത്തിന് ഭക്തി വേണോ എന്ന ചോദ്യത്തിന് ശ്രുതിയിൽ പോലും അത് പറയുന്നില്ലല്ലോ. ശ്രുതിയിലുമൊക്കെ പറയുന്നത് തമേവ വിദിത്വാതിമൃത്യുമേതി നാണ്യപന്ഥ വിദ്യതേ അയനായ. അതായത് ആ ബ്രഹ്മത്തെ ആത്മാവിനെ അറിഞ്ഞിട്ട് അതീതമായിരിക്കുന്ന പരമപദത്തെ പ്രാപിക്കുന്നു. അന്യമായ മാർഗമില്ല എന്ന് ശ്രുതിയും വെളിപ്പെടുത്തിയിരിക്കുന്നല്ലോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും ആ സംശയത്തിന് ഭക്തന്മാരായിരിക്കുന്ന ആളുകൾക്ക് അപ്പോൾ ഭക്തി കൊണ്ട് സൽഫലത്തെ അല്ലെങ്കിൽ നല്ല ഫലത്തെ മാത്രമേ ലഭിക്കൂ എന്നുള്ള ചോദ്യത്തിനും ശ്രുതി പ്രമാണമായി സ്വീകരിക്കുന്ന പക്ഷം അങ്ങനെ മോക്ഷം കിട്ടുമെന്നുള്ള ഇതിൻ്റെയും സംശയത്തെ ദൂരീകരിച്ചുകൊണ്ട് ഇവിടെ പ്രതിപാദിക്കുകയാണ്. അത് കേവലമായിരിക്കുന്ന ഒരു പരോക്ഷജ്ഞാനം മാത്രമാണ്, അപരോക്ഷജ്ഞാനമല്ല, അനുമാനജ്ഞാനം മാത്രമാണെന്നുള്ള കാര്യം വളരെ വസ്തുതാപരമായിട്ട് സംശയരഹിതമായിട്ട് സ്ഥാപിക്കുകയാണ് ഇവിടെ. ഇതിൻ്റെയൊക്കെ സൂക്ഷ്മാർത്ഥത്തെ നമ്മൾ ഗ്രഹിച്ചു വേണം മുന്നോട്ട് പോകാൻ. ശ്രുതിയോ വേദത്തെയോ ഒന്നും ഖണ്ഡിക്കലല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അതിൻ്റെ സൂക്ഷ്മമായിരിക്കുന്ന അന്തരാർത്ഥത്തെ ഗ്രഹിക്കാൻ കഴിയാതെ പോയതിനെ ചൂണ്ടിക്കാണിക്കുന്നു ഭാഗവതം എന്ന് മാത്രം. ഏതെങ്കിലും ഒരു ശ്ലോകത്തിനകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തെ എടുത്ത് പറയുമ്പം പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും, 110,000 ആണ്ട്, ഒരല്പനേരം എന്ന് പറയുന്നുണ്ട്. പരമാത്മജ്ഞാനം ലഭിച്ചിട്ടുള്ളവർക്ക് 10,000 ആണ്ട് ഒരു അല്പനേരം പോലെ അത്രയധികം ആനന്ദമാണ് അവർക്ക് ലഭിക്കുന്നത്. പക്ഷെ അവിടെയും ശ്രുതി അനുസരിച്ച് ശ്രുതിവാക്യങ്ങളെ മാത്രം ഗ്രഹിച്ച് കേവലമായ ശബ്ദജ്ഞാനം മാത്രമേ ഉള്ളെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടുകയൊന്നുമില്ല. അതിന് മനസ്സിലെ മാലിന്യങ്ങളൊക്കെ പോകണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും എങ്ങനെയാണ് മോക്ഷത്തെ അങ്ങനെയുള്ളവർക്ക് കൈവരിക്കാൻ പറ്റുക എന്നുള്ള കാര്യവും വെളിപ്പെടുത്തുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ. സത്വന്ന ചേത് ധാതരിതം നിജം ഭവേത് വിജ്ഞാനമജ്ഞാന അഭിതാപമാർജനം ഗുണപ്രകാശേരനുമീയതേ ഭവാൻ പ്രകാശതേയസ്യ ചയേന വാ ഗുണഃ സത്വം ന ചേത് ധാതഃ ഇദം നിജം ഭവേത് എന്ന് ചൊല്ലിക്കോണം. വിജ്ഞാനമജ്ഞാനം അഭിതാപം ആർജനം ഗുണപ്രകാശേരനുമീയതേ ഭവാൻ പ്രകാശതേ യസ്യ ച യേന വാ ഗുണഃ. പറയാണ് ധാതഃ, എല്ലാത്തിനെയും ധരിക്കുന്നവനെയാണ് ധാതാവ് എന്നുള്ളത് കൊണ്ട് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. സർവത്തിനും കാരണഭൂതനായിരിക്കുന്നവനെ എന്ന് സംബോധന ചെയ്തിരിക്കുന്നതുകൊണ്ട് സർവവും ഭഗവാനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള കാര്യവും ആ ഭഗവാനിൽ നിന്നാണ് സർവ്വ ഉൽപ്പന്നമായതെന്നുള്ള കാര്യവും വെളിപ്പെടുത്തുകയാണ്. അപ്പം സർവത്തിനും കാരണഭൂതനായിരിക്കുന്ന നിന്തിരുവടിയുടെ മുമ്പാകെ ഒന്നും പറയുവാൻ ഞങ്ങളാരും ശക്തരല്ല, അല്ലയോ ധാതാവേ, ധാതാവേ, ഇതം ഈ നിജം നിന്തിരുവടിയെ സംബന്ധിച്ചിരിക്കുന്ന ഭഗവാനെ സംബന്ധിച്ച സത്വം, സത്വഗുണാത്മകമായിരിക്കുന്ന രൂപം ഭഗവാനെ സംബന്ധിച്ചതാണ് ഏത് സത്വഗുണം. ആ സത്വഗുണം തത്ര സത്വം നിർമ്മലത്വാ എന്നുള്ളത് ഓർമ്മയിൽ വെച്ചോണം. അങ്ങനെ ആ സത്വഗുണം
സത്വഗുണാത്മകമായിരിക്കുന്ന രൂപം ന ചെയ്തില്ലെങ്കിൽ അജ്ഞാന അഭിതാപമാർജനം, അജ്ഞാനവും അതുകൊണ്ടുണ്ടായിരിക്കുന്ന ഭേദത്തെയും നശിപ്പിക്കുന്നതായിരിക്കുന്ന വിജ്ഞാനം, അപരോക്ഷജ്ഞാനം നഭവേതുണ്ടാകുകയില്ല. അതായത് നിന്തിരുവടിയെ സംബന്ധിച്ച് സത്വഗുണാത്മകമായിരിക്കുന്ന രൂപത്തെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഭജിക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് അജ്ഞാനത്തെയോ അതുകൊണ്ടുണ്ടായിരിക്കുന്ന ഭേദഭാവനയോ നശിപ്പിക്കുന്നതായ അപരോക്ഷജ്ഞാനം, അപരോക്ഷാനുഭൂതി ഉണ്ടാകുകയില്ല എന്നർത്ഥം. അപ്പോൾ എന്തായിരിക്കണം? ഭഗവാനെ സംബന്ധിക്കുന്നതായ സത്വഗുണാത്മകമായിരിക്കുന്ന രൂപത്തെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ അപരോക്ഷാനുഭൂതി ഒരാളിൽ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യം തത്വാർത്ഥ രൂപത്തിൽ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി വിജ്ഞാനം അപരോക്ഷജ്ഞാനം നഭവേതുണ്ടാകുകയില്ല. ഗുണപ്രകാശേ, ഗുണപ്രകാശങ്ങളെ കൊണ്ട് ഭവാൻ നിന്തിരുവടി അനുമീയതയെ അനുമാനിക്കപ്പെടുന്നു. യസ്യ യാതൊരുത്തൻ്റെ ഗുണം ഏനവ യാതൊന്നിനാൽ പ്രകാശിക്കുന്നു. ഭഗവാന്റെ ഗുണഗണങ്ങൾ യാതൊരുവനിൽ പ്രകാശിക്കുന്നത് കൊണ്ട് അനുമാനിക്കുകയാണ് അവിടെ. എന്ത്? ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ശ്രുതിവാക്യം കൊണ്ട് തമേവ വിദിത്വാദി മൃത്യുമേതി എന്ന് തുടങ്ങിയിരിക്കുന്ന ശ്രുതിവാക്യങ്ങൾ കൊണ്ട് അവിടെ അനുമാനമാണ് ഉണ്ടാകുന്നത്, അപരോക്ഷാനുഭൂതി അല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അത് ദീർഘകാലമായിട്ട് ഉള്ള അഭ്യാസം കൊണ്ട് ഭഗവാന്റെ സത്വഗുണത്തെ ആശ്രയിച്ച് ഭഗവത് ഉപാസന ചെയ്തവർക്ക് മാത്രമേ അതുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം വളരെ തർക്കരഹിതമായിട്ട് അനുഭവിച്ചറിയേണ്ട വസ്തുതയെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. നമുക്ക് തർക്കിക്കാൻ ഈ വിഷയങ്ങളിലൊക്കെ ഒരുപാട് തർക്കിക്കാൻ ചിലരുണ്ടാവും. കാര്യം അവർക്ക് ചിലപ്പോൾ ഇതങ്ങോട്ട് ദഹിച്ചെന്ന് വരില്ല. പക്ഷേ എപ്പോഴും നിങ്ങൾ വേദാന്ത ശ്രവണമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പുസ്തകം പഠിക്കുന്ന പോലെയല്ല. പറയുന്നുണ്ട്, വേദം പഠിക്കുന്നതിന് അധികാരി തന്നെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ വേദം നമുക്ക് എങ്ങനെ വേണേലും പഠിച്ചെടുക്കാം. വേദം പഠിക്കാൻ നിത്യാനിത്യ വസ്തുവിവേകം, ഇഹാമൂത്ര ഫലഭോഗ വിരാഗം, ശമാദ ഷഡ്ക സംബന്ധി, മുമുക്ഷത്വം തുടങ്ങിയിരിക്കുന്ന സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കുന്ന വ്യക്തിയാണ് വേദം പഠിക്കാൻ അധികാരി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതൊന്നും പഠിക്കാതെ വേറെ കേവലം ശ്രവണം മാത്രം നടത്തുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മുക്തി ലഭിക്കില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ എന്തുവാ, ഭഗവാന്റെ സത്വഗുണ സ്വരൂപത്തെ ആശ്രയിച്ചിട്ട് ഒരാൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ അനുമാനജ്ഞാനം ഉണ്ടാകും. ആ അനുമാനജ്ഞാനം എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ വ്യക്തമായി പറയുന്നതായിരിക്കും. എല്ലാവർക്കും സത്വഗുണരൂപനായിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നിർമ്മല ബുദ്ധിത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
സരസി വീണാപാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ വെള്ളത്താമര നിലയനമതിലായി വെണ്ണ പകർന്നൊരു സരസി വീണാപാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ ഉള്ളമഴിഞ്ഞൊരു ഉറവാൽ വൈഖരി നിറയും സരസിതു മനസ്സല്ലോ ഉള്ളമഴിഞ്ഞൊരു ഉറവാൽ വൈഖരി നിറയും സരസിതു മനസ്സല്ലോ വെള്ളത്താമര നിലയനമതിലായി വെണ്മ പകർന്നൊരു സരസി വീണാപാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ കരതലമാർന്നൊരു വീണയിൽ നിന്നും ഉണരും സാമജഗീതങ്ങൾ കരതലമാർന്നൊരു വീണയിൽ നിന്നും ഉണരും സാമജഗീതങ്ങൾ ആപദമധുരം ആമയരഹിതം ആ മൃദുഗാനതരംഗിണികൾ നാദബ്രഹ്മ പരാപര സുകൃതം നാവിതിലരുളുക നീ ദേവി നാദബ്രഹ്മ പരാപര സുകൃതം നാവിതിലരുളുക നീ ദേവി കരമതിലേന്തും ശ്രുതിവരഗന്ധം കരുതും വാങ്മയലോകങ്ങൾ കരമതിലേന്തും ശ്രുതിവരഗന്ധം കരുതും വാങ്മയലോകങ്ങൾ വാഗർത്തങ്ങളിണക്കിയുണർത്തും ആരണ ചതുരം ആലോകം മനനാമൃതമൊരു വാങ്മയ സുകൃതം മറയാതരുളുക മമനാവിൽ മനനാമൃതമൊരു വാങ്മയ സുകൃതം മറയാ